ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നുള്ളത് ഡ്രെസ്ഡൻ സാക്സൺ എന്തായിരുന്നു സ്റ്റേറ്റ്? സാക്സൺ സ്റ്റേറ്റിലെ ക്യാപിറ്റലായിട്ടുള്ള ഡ്രെസ്ഡനിലാണ് ഞങ്ങളുള്ളത്. ഇന്ന് എൻ്റെ കൂടെ റോഷനുണ്ട് ക്യാമറയുടെ പുറകിൽ. റോഷൻ, ആൻ്റണി, റയാൻ, എബിൻ, അജയ് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളിന്ന് ഡ്രെസ്ഡൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു വലിയ നദി ഒഴുകുന്നുണ്ട്. ആ ഭാഗത്ത് കുറേ കാസിൽ ഭയങ്കര രസമാണ് ഇത് കാണാൻ. പുറകിലും കുറേ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവിടുത്തെ പഴയ ആർക്കിടെക്ചർ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ഒരു അമ്മച്ചി വന്ന്, അമ്മച്ചില്ല ഒരു ചേച്ചി ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ച് റോഷൻ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ്. റയാൻ, സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി, ആൻ്റണി, അജയ് എല്ലാവരും തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. വന്നിറങ്ങിയുള്ളൂ, അതിന് മുമ്പേ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ ചോട്ട് തൊഴിലാളി കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാണിക്കില്ലേ. എല്ലാ ജാക്കറ്റും ബാഗും എല്ലാം തൂക്കുന്ന ഒരു പാവം. എവിടുന്നോ വന്ന അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി കുറേ ഫോട്ടോ എടുത്തു തന്നു ഗൈസ്. ഇതുണ്ടോ ജാതി ഫോട്ടോ എടുക്കുന്നതിൻ്റെ എഫേർട്ടാണ് കാണുന്നത്. ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് സൈഡിൽ നിന്നൊക്കെ വന്ന് എടുത്തുനിന്ന് കിട്ടില്ല. ആൻ്റണി ചേട്ടൻ്റെ പോസുകൾ. ലെറ്റ്സ് ഗോ ഗൈസ്. റോഷനും എബിനും കൂടെ മുകളിലോട്ട് പോയി. മുകളിലോട്ട് ഞാനും പോവാ. ഫൈറ്റ് അങ്ങനെ മുകളിലെത്തി. മോളിൽ നിന്നുള്ള വ്യൂ ആണിത്. കൂടുതലും ഇതുണ്ട് കുറേ പ്രത്യേകതരം മരങ്ങൾ. ഈ മരം അതും കറക്റ്റ് ഒരു ലൈനിലാണ് ഇത് നട്ടു വെച്ചേക്കാൻ മൊത്തം. ഇവിടെ പ്രതിമയെ നന്നാക്കുന്ന ആൾക്കാരുണ്ട്. ഇതുണ്ടോ കറക്റ്റ് സിങ്ക്രണൈസ് ചെയ്ത് കറക്റ്റ് ഒരു സാധനം. ഏതല്ലേ പഴയകാല ബിൽഡിങ്ങുകൾ, അതും ഇത്ര എടുപ്പോടെ നിൽക്കുന്ന കണ്ടാൽ നമുക്ക് അത്ഭുതമായി. പള്ളിയല്ലേ ഇത്? ഇതൊരു പള്ളിയാ. എന്താ അല്ലേ, എത്ര പഴയ ബിൽഡിംഗ് ആയിരിക്കും. കിട്ടില്ല. ഞാൻ നടുക്കുന്നൊരു ഫോട്ടോ ഞങ്ങൾ എടുക്കാം. ഫോട്ടോ എടുത്ത് മടുക്കാത്ത റോഷനും, ഫോട്ടോ എടുത്ത് മടുക്കാത്ത അജയും റയാനും. പക്ഷേ ഇപ്പോഴേ മടുത്ത ആൻ്റണി. വന്ന വഴിയെ വീട്ടിൽ പോകാന്നാണ് ആൻ്റണി ആദ്യമായി പറഞ്ഞത്. അതെ, ജാക്കറ്റിന്റെ മുകളിൽ ജാക്കറ്റ് ഇട്ടാണ് ആൻ്റണി നടക്കുന്നത്. ഒരെണ്ണം കൂടെ ഇടണോ? നിങ്ങൾക്ക് എന്താണ് ആന്റണിയെ പറ്റി പറയൂ. ആൻ്റണീനെ പറ്റിയുള്ള കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആൻ്റണി ഒരു സുന്ദരനാണ്, സൽസ്വഭാവിയാണ്, മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, ഒരു നല്ല കുട്ടിയാണ്. മാതൃകയാക്കണം എല്ലാവരും. അതങ്ങനെ വേണം. നമ്മൾ മനസ്സിലായോ? ജീവിക്കുമ്പോൾ ഒരു ജീവിതമുള്ളൂ. പക്ഷേ ആൻ്റണി അത് എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. കള്ളും കഞ്ചാവും ഒന്നും വേണ്ട അതിന്. മനസ്സിലായോ? പെണ്ണും വേണ്ട. എന്താ അങ്ങനെ ടോക്ക്? പെണ്ണില്ല എന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. അതെ 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 അല്ലേ? അതെ അതെ. പെണ്ണില്ല എന്നാണ് നീ താങ്കൾ തെളിയിച്ചത്. അതെ അതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. താങ്കൾക്ക് പെണ്ണുണ്ടോ? ഞാൻ ഒരു തരാം. പെണ്ണില്ല. വീണ്ടും ഇനി നമുക്ക് ആൻ്റണിയുടെ ഇന്റർവ്യൂ നടത്താം. ആൻ്റണി പറയൂ, എന്താണ് ആൻ്റണിയുടെ ജീവിതത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ജീവിത നിരീക്ഷണം?
അതിനെക്കുറിച്ചുള്ള ഒരു 2 വാക്ക് സംസാരിക്കാം. ജീവിത നിരീക്ഷണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ല നിരീക്ഷണമാണ് എനിക്കുള്ളത്. ഇവിടെയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല ഒരു ജീവിതം. എങ്ങനത്തെ ഒരു നിരീക്ഷണമാണ് താങ്കൾക്ക്? അപ്പോൾ എന്താണ് ശരിക്കുമുള്ള ജീവിതം? ശരിക്കുള്ള ജീവിതം നാട്ടിൽ വൈകുന്നേരം 4 മണിക്ക് പോയി ചായയൊക്കെ കുടിച്ച് കൂട്ടുകാരോടൊപ്പം സായാഹ്ന സന്ധ്യയിൽ ക്ലബിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നതാണ് ഒരു ജീവിതമായി ഞാൻ കാണുന്നത്. ആൻ്റണിയുടെ ജീവിതം അതാണ്. കണ്ണീർ പൊടിയും കണ്ണീരില്ല, അത് തണുപ്പടിച്ചിട്ടാണ് ഗൈസ്. കരയുന്നല്ല എന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് അത്ര ഇഷ്ടമുണ്ടെങ്കിലും ആൻ്റണി അത് ഓർത്ത് കരയാറില്ല എന്നാണ് ആൻ്റണി അത് പറഞ്ഞത്. അറിയാറില്ല, കണ്ണീര് പൊഴിച്ചിട്ടില്ല. അതെ, ജീവിതമല്ലേ നമ്മളെ പലതും പഠിപ്പിക്കും. വേറൊരു ചോദ്യത്തിന് താങ്കൾ ഇതൊരു ഉത്തരം നൽകിയിട്ടില്ല. താങ്കൾക്ക് പെണ്ണുണ്ടോ? എനിക്ക് പെണ്ണില്ല. ഉറപ്പായിട്ടുമില്ല. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ചോദിച്ച് കുഴപ്പിക്കരുതെന്നാണ് അതിൻ്റെ. ഉണ്ട്. എന്തേ? എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, കൂട്ടത്തിൽ സിംഗിൾ ക്യാമറമാനൊക്കെ പെണ്ണുണ്ടോ? ഞാൻ ക്യാമറമാനല്ലേ? പറ. ഉണ്ടാവും. ക്യാമറമാനെ ഞാൻ പിന്നെ കളിച്ചുതരാം. തലയിൽ പല. അടുത്തതായി നമ്മുടെ ഇന്റർവ്യൂവിൽ നമുക്ക് വേണ്ടി മുൻപിട്ട് വന്നിരിക്കുന്നത് അജയ് പറയൂ, അജയുടെ ജീവിതത്തിൽ നിന്ന് അജയ് കണ്ടുപിടിച്ചേക്കുന്ന നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പറ. നിരീക്ഷണം എന്ന് വെച്ചാൽ ഞാനെന്ത് പറയാ? പറ. അതായത് പല നിരീക്ഷണങ്ങളുണ്ടല്ലോ. ഞാനങ്ങനെ ഇപ്പൊ ഒന്നിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാറില്ല. അതെ, അതാണ് അജയുടെ നിരീക്ഷണം. മനസ്സിലായോ? നമ്മൾ ഒന്നിനെ അങ്ങനെ കൂടുതൽ നിരീക്ഷിച്ച് തല പോയിക്കാൻ നിൽക്കരുത് എന്നാണ് അജയ് അതിലൂടെ ഉദ്ദേശിച്ചത്, അല്ലേ? അതെ, നമ്മളങ്ങനെ തല പോയിക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യമില്ല. നമ്മളെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ അങ്ങനെ പോവുക. അതെ, അത്രേ ഉള്ളൂ. അതാണ് അജയുടെ നിരീക്ഷണം. ആന്റണിയുടെ നിരീക്ഷണം കേട്ടതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അജയുടെ. അപ്പോൾ 2 നിരീക്ഷണം കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ആളെ ഇന്റർവ്യൂ ചെയ്യാം. ഇനി റോഷൻ 25 വർഷം കൊണ്ട് കണ്ടുപിടിച്ച നിരീക്ഷണങ്ങൾ, ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു 2 വാക്ക് പറയാം. നമ്മളൊന്നിനെയും കൂടുതലും സ്നേഹിക്കരുത്, ഒന്നിനെയും കുറവ് സ്നേഹിക്കരുത്. അതെ, എല്ലാത്തിനും മീഡിയത്തിനെ നല്ലൊരു ആശയമാണ്. ക്യാമറമാൻ ഒരിക്കലും മുമ്പിൽ വരില്ല എന്നാണ് ക്യാമറമാൻ പറയുന്നത്. മാസ്ക് കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. പറയൂ, ബാക്കി പറയൂ. അത്രേ ഉള്ളൂ. അപ്പൊ റോഷന്റെ മൂന്നാമത്തെ നിരീക്ഷണവും കിട്ടിയിരിക്കുന്നു. എന്റെ നിരീക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് നിരീക്ഷണങ്ങൾ ഇനി കണ്ടുപിടിക്കണം. വാർത്തകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അങ്ങനെ നമുക്ക് ക്യാമറമാന്റെ മുഖം കിട്ടിയിരിക്കുകയാണ്. ക്യാമറമാൻ ഇഗ്ലോ മനുഷ്യൻ, പറയൂ താങ്കളുടെ നിരീക്ഷണം എന്താണ്? അതെ, പറയൂ. തിയേറ്ററിൽ എന്തിനു പോയതാണ്? സിനിമ കാണാനാണോ? ക്യാമറമാരെ നമുക്ക് എടുക്കാം കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്നത് റയാനാണ്. ഫ്രം എടക്കൊച്ചിയിൽ, അത് വേറെ ആള്. കോട്ടയം. താങ്കളുടെ ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 21-ാം വയസ്സിൽ താങ്കൾ കണ്ടുപിടിച്ചേക്കുന്ന, താങ്കളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെടുത്ത നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയായിരിക്കണം ഒരാൾ ജീവിക്കേണ്ടത്? പറയും. സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടെ കുഞ്ഞുമക്കൾ വളരണം എന്നാണ് ബൈബിളിൽ പഠിപ്പിച്ചേക്കുന്നത്. പറ. ബൈബിളില് അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അതെ. ക്യാമറമാൻ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. അങ്ങനെയാണ് അപ്പൊ റയാന്റെ നിരീക്ഷണ കോണകത്തിൽ നിന്ന് വിട്ടിരിക്കുന്നത്. അപ്പൊ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ജീവിക്കുന്നതാണ് ഒരു നല്ല ജീവിതം എന്നാണ് റയാൻ പറഞ്ഞത്. അപ്പോൾ
അപ്പൊ ജീവിക്കുമ്പോൾ സന്തോഷത്തോട് സ്നേഹത്തോട് സമാധാനത്തോടു കൂടി ജീവിക്കുക. നാലാമത്തെ നിരീക്ഷണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ക്യാമറാമാൻ എബിനൊപ്പം ഡോം പ്ലാറ്റ്സിൽ നിന്ന് ഐ ആം അമിത് സൈനിങ് ഓഫ്. ബൈ. ക്യാമറാമാൻ നാണക്കുയിലാണ്. സാരില്ല, നമുക്ക് മുമ്പോട്ട് പോവാം. നമ്മളിപ്പോൾ മുമ്പോട്ട് നീങ്ങുകയാണ്. ക്യാമറമാനെ ഞാൻ എടുക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും കൂടെ എങ്ങോട്ടൊന്നും അറിയാതെ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. മുമ്പ് ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നടക്കുകയാണ്. പീസ്ഫുൾ ആയിട്ടുള്ള ഏതോ ഒരു പാട്ട് ഈ വ്യൂവും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. സമാധാനമുണ്ട്, നല്ല രസമുണ്ട്. ഇതാ നോക്കൂ, കമ്മിറ്റ്മെൻറ്റ് നോക്കണം. ഫോട്ടോ എടുക്കുന്നതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അത് കണ്ടുപിടിക്കണം നമ്മൾ. മുമ്പിലും വേറെന്തോ കാശലുണ്ട്. ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങുകൾ കുറേ ഉണ്ട്. എന്താണെന്ന് കൃത്യം പറഞ്ഞാൽ അറിയത്തില്ല, പക്ഷേ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ സ്വർണം പൂശിയ മാലാകമാർ മുകളിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ്. അതെനിക്ക് തോന്നുന്നത് അതെന്തായിരിക്കും, കാസിലാണോ? പഴയ എന്തോ ഒരു സംഭവം, മന്ത്രിയുടെ കൊട്ടാരം, പഴയ മന്ത്രിയുടെ കൊട്ടാരം. അത് പള്ളി. അപ്പോൾ ആ അപ്പുറത്തെ സൈഡിൽ കാണുന്നതായിരിക്കും അവരുടെ മറ്റേ പഴയ കോടതി. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് പട്ടാളക്കാരുടെ വീട് എന്ന് ഞാൻ പറയുന്നു. എനിക്കറിയത്തില്ല. അടുത്തതായി ചരിത്രം. ചരിത്രം ആരിലോടെ. ഗൈസ്, അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു കപ്പൽ കാണാനാണ്. കാണുന്നില്ലേ നിങ്ങളെ കപ്പൽ? ആ കപ്പൽ ഒരു ചായക്കടയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ വൈകുന്നേരം തട്ടുകടയിൽ പോയി ചായ കുടിക്കുന്ന ഒരു ഫീൽ നമുക്ക് അവിടെ ഇരുന്നാൽ കിട്ടും. പക്ഷേ അവിടെ കയറാൻ പൈസ വേണ്ടത് കൊണ്ട് ഞങ്ങളത് ഉപേക്ഷിച്ചിരിക്കുന്നു ഗൈസ്. നല്ല തീരുമാനം. അവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെ വി ഹാവ് two couples there. This is a small couple but not big. ഗൈസ്, ഇവിടെ ഒരാൾ പാട്ട് പാടുന്നുണ്ട് ഗൈസ്. പുള്ളി നല്ല കലാകാരനാണ് ഗൈസ്. പക്ഷെ പുള്ളിക്ക് കൊടുക്കാൻ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങോട്ട് നോക്കാം. ഇവിടെ നമ്മുടെ മുമ്പിലൊരു ക്രിഡിലും വ്യൂ ഉണ്ട്. ഇവിടുന്ന് ഏത് സൈഡിൽ കൂടെ നോക്കിയാലും നല്ല രസമാണ് കാണാൻ. കുറേ സ്റ്റാർ തൂക്കിയേ. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആയിട്ട്. അതെ, വൈനാഹ്ത് മാർട്ടാണ്. ക്രിസ്മസ് മാർട്ട് തുടങ്ങി ഇവിടെ. ഓ ഗൈസ്, ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങി. ഞങ്ങൾ വന്നത് നന്നായി. ഇനി നമുക്ക് വേണേൽ കുറച്ച് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഫുള്ള് റെഡ്. ഇതവിടെ കണ്ടോ, സ്റ്റാർ തൂക്കിയിട്ടേക്കുന്നു. ഇവിടെ കുറച്ച് കടകളുണ്ട്. ദിസ് ഈസ് ക്രിസ്മസ് മാർക്കറ്റ് ഗൈസ്. ജർമ്മനിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് തിങ്സ് ആയ ക്രിസ്മസ് മാർക്കറ്റ്, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഫുള്ളായി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നത്. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ, ഫുള്ളായി തുടങ്ങി വരുന്നേ ഉള്ളൂ. സോ കാണിച്ചു തരാം, കാണിക്കാൻ പറ്റുന്നൊക്കെ കാണിച്ചു തരാം. അവിടെ നേരം കരയെന്ന് വെച്ചായിട്ട്. ഇതെന്താ തടവാ? എന്തോ ചവിട്ടി പൊളിക്കുന്നോ എന്തോ സംഭവം ഉണ്ട്. മൈ ഗോഡ്, എന്തോ ഉണ്ട്. കള്ളന്മാരാന്ന് തോന്നുന്നു. പിടിച്ച് പോലീസ് ഇത് മറ്റേ ജയിലിലിട്ടേക്കണ പോലെ എന്തോ പറഞ്ഞ് ഇടിക്കുന്നൊക്കെ ഉണ്ട്.
ആ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് റെസ്റ്റോറൻറ്റിലെ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. കണ്ടോ, കിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. €1 ഉണ്ടോ നിന്റെ ഡെയിലി വല്ലോ? ഇല്ല, €1 ഉണ്ടോ? സോറി ക്യാമറമാൻ, സോറി. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ശരിക്കും തുടങ്ങിയിട്ടില്ല, എന്നാലും തുടങ്ങുന്നേ ഉള്ളൂ. നോക്കൂ, ഇതാണ് ബ്ലൂ വൈൻ, ഇത് ബിയർ. അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇവിടെ കറി വൂസ്റ്റ് കിട്ടും, എന്ന് വെച്ചാൽ കറിയുടെ എന്തോ സോസ് ഒഴിച്ച സോസേജ്. കറി വൂസ്റ്റ് ഉണ്ട്, പിന്നെ ഡോണറുണ്ട്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇവിടെ. അതാണ് തുടങ്ങിയിട്ടുള്ളൂ. 26/11 തൊട്ടാണ് തുടങ്ങുന്നത്. 24 ഡിസംബർ വരെ. ഓ, അത്രേ ഉള്ളൂ ക്രിസ്മസ് മാർക്കറ്റ്. അപ്പോൾ അവിടെ ഒരു പള്ളിയുടെ ഭാഗം ഇടിഞ്ഞു വീണു. പള്ളിയുടെ ഭാഗം ഇടിഞ്ഞു വീണോ? എന്നാ അങ്ങോട്ട് പോവാം. ഓംലെറ്റ് വെച്ച ബർഗറൊക്കെ ഉണ്ട് ഇവിടെ. വ്യത്യസ്ത കട, ഒതന്റിക് കട. പ്രാവ് പറന്ന് വന്നടിച്ചാണ് ഇപ്പൊ തലക്കിട്ട്. ഓ, അതൊക്കെ നല്ല രസമില്ലേ? സൂപ്പറായുള്ളൊരു സ്ട്രീറ്റ്. അതെ, സമാധാനമുണ്ട് ഇവിടെ, ഭയങ്കര സമാധാനം. സൈഡിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്, ബാറും. ടാപ്പാസ്, ലാസ് ടാപ്പാസ്. മീൻസ് ഇവിടെ എന്തോ ഒരു റെസ്റ്റോറൻ്റ് ആണ്. രണ്ട് സൈഡിലും സ്റ്റീക്ക് ഹൗസാ? ആ, വീഡിയോ എടുക്കണം കണ്ടിട്ടാ. അടുത്ത പള്ളി. ഓ, അടുത്ത പള്ളി നിറച്ചും പള്ളികളാ. പക്ഷെ ഇത് കൊള്ളാം, ഒരു നല്ല പള്ളിയുണ്ട്. വലിയ എന്തോ ബിൽഡിങ്ങുകൾ, കുറേ റെസ്റ്റോറൻറ്റ്സ്. ഇതൊക്കെ കണ്ടോ, ഈ സാധനത്തിൻ്റെ അടുപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ക്ലിയർ ആയിട്ട് കാണും. ഭയങ്കര സെറ്റപ്പ്. ഡിസ്കവർ യുവർ ഐറിസ് ഫ്രീ ട്രയൽ. കണ്ണിൻ്റെ, നമ്മുടെ കണ്ണ് എങ്ങനെയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി രണ്ട് സൈഡിൽ ലൈറ്റ് വെച്ച് ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് കാണാം. കൊള്ളാം. ഇതുണ്ടോ, ഇങ്ങനെ നോക്കണം. ഒരു ക്യാമറ കണ്ണുകൾ സൂം ചെയ്ത് കാണാം. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഓ, എൻ്റെ കണ്ണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് ബ്രൗണ്. ഓ, സൂവിനിയർ കട. കാറിലൊരാളിരിപ്പുണ്ട്. അയ്യോ, ഇവനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ, മറന്നുപോയി. ചവിട്ടുമ്പോൾ എന്തോ ഒരൊച്ച. പാവകൾ, പട്ടിക്കുട്ടികൾ. അതിന് €12. ഈ സാധനത്തിന് 1200 1300. ദൈവമേ, ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ മെസ്സി.
ബാപ്പേ, പെലെ, മറഡോണ, റൊണാൾഡിനോ. എടാ ഇത് മേടിക്കുന്നേ. തല ആടോ. പക്ഷെ ഇതിന്റെ വില കണ്ടോ, 20 യൂറോ, അതായത് 200 രൂപ. ദിസ് ഈസ് ഗ്ലൂക്ക് വൈൻ. അതെ, ചൂടാക്കിയിട്ടുള്ള ഒരു വൈനാണ്. ചൂടല്ലേ ഇത്? ചൂടാക്കിയിട്ട് കുടിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് വൈനാണ്. കൂടുതലും തണുപ്പ് കാലത്തായിരിക്കും കുടിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെ 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 ആയിരിക്കും. പിന്നെ ഞാൻ ഒരു കറി വുർസ്റ്റ് തോമസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിയുടെ ഒരു സോസ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ വുർസ്റ്റ് സോസേജ് ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കഴിയുന്നൊരു സ്ഥലം, അതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വരും. സോ ദിസ് ഇസ് കറി വുർസ്റ്റ് തോമസ്. ഇതിൻ്റെ അടിയിൽ വുർസ്റ്റ് ഉണ്ട്. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. ഓ ഗൈസ്, ഞങ്ങളൊരു മാളിൽ കയറി. ഈ മാളിൽ ഓരോ കടകളൊക്കെ കയറി ചുമ്മാ കണ്ടുകൊണ്ട് നടന്നിട്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഗൈസ്. വീട്ടിൽ പോവുകയാണ്. അടുത്ത വണ്ടി കയറി ഞങ്ങൾ വീട് പിടിക്കും. സോ until next time, choose guys. Goodbye.